പാൽപ്പല്ലുകളിലുള്ള കേട് എന്തിനാണ് അടയ്ക്കുന്നത്? അത് പറഞ്ഞു പോകാനുള്ള പല്ലല്ല. പലർക്കും ഉള്ള സംശയമാണ്. എന്നാൽ ഈ കേട് നമ്മുടെ പെർമനന്റ് ടൂത്ത് അഥവാ സ്ഥിരമായിട്ട് വരുന്ന പല്ലുകളെ ബാധിക്കുമെന്നതിന് സയന്റിഫിക് എവിഡൻസ് ഉണ്ട്. കുഞ്ഞിന്റെ പല്ലിൽ കേട് വരികയോ സമയത്തിനു മുന്നേ പല്ല് കൊഴിഞ്ഞു പോവുകയോ ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് നേരെ ഭക്ഷണം കഴിക്കുവാനോ ചവയ്ക്കുവാനോ സാധിക്കില്ല. തന്മൂലം പോഷകാഹാരക്കുറവ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ആരെങ്കിലും കുട്ടിയെ കളിയാക്കുകയാണെങ്കിൽ കുട്ടിയുടെ സെൽഫ് കോൺഫിഡൻസിനെ തന്നെ ബാധിക്കും. പാൽപ്പല്ലുകൾ നേരത്തെ പറഞ്ഞു പോവുകയാണെങ്കിൽ പല്ലുകൾ നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പെർമനന്റ് ടൂത്ത് അഥവാ സ്ഥിരമായുള്ള പല്ലുകൾക്ക് മുളയ്ക്കുവാനുള്ള സ്ഥലം കുറയുകയും ചെയ്യും. താടിയെല്ലിന്റെ വളർച്ച മെയിൻറ്റെയിൻ ചെയ്യുന്നത് പാൽപ്പല്ലുകളാണ്. നേരത്തെ പല്ല് കൊഴിഞ്ഞു പോകുമ്പോൾ അത് താടിയെല്ലിന് വ്യത്യാസം വരുത്തുകയാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് വരുന്ന പല്ലുകൾ അഥവാ നമ്മുടെ പെർമനന്റ് ടൂത്ത് അത് വഴിതെറ്റി വരാനും സാധ്യത കൂടുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ പിന്നീട് ബ്രേസസ് അഥവാ പല്ലിന് കമ്പിയിടേണ്ട അവസ്ഥ വരുന്നത്. കുട്ടികളുടെ പല്ലിൽ കേടുവരാനുള്ള പ്രധാനമായ കാരണം മധുരമുള്ള ഭക്ഷണപാനീയം കൂടുതലായി കഴിക്കുന്നത് കൊണ്ടാണ്. മധുരമുള്ള ഭക്ഷണപാനീയം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വായ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. ചോക്ലേറ്റ് പോലുള്ള മധുരമുള്ള ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുമ്പോൾ ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ കൊടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊരു പരിധിവരേക്കും കുട്ടികളുടെ പല്ലിലെ കേട് വരാനുള്ള സാധ്യത കുറയ്ക്കുന്നതാണ്. ഇനി അഥവാ കുട്ടികളുടെ പല്ലുകൾ കേടുള്ളതാണെങ്കിൽ നമ്മൾ പല്ല് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇനി കൂടുതൽ കേടുള്ള പല്ലാണ് എന്നുണ്ടെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതായി വരുന്നു. അഥവാ പല്ലുകൾ നമുക്ക് പറിച്ചേ പറ്റൂ എന്നുള്ളൊരവസ്ഥ വരികയാണെങ്കിൽ ആ പറിച്ച പല്ലിന്റെ സ്പേസ് നമ്മൾ നിലനിർത്തേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതിനായിട്ട് സ്പേസ് മെയിൻറ്റെയിനർ എന്ന് പറഞ്ഞിട്ടുള്ള ചികിത്സാ രീതിയാണ് ചെയ്യുന്നത്. പാൽപ്പല്ലുകളല്ലേ, പറഞ്ഞു പോവേണ്ട പല്ലുകളല്ലേ, അതുകൊണ്ട് നമ്മൾ എന്തിനു ചികിത്സ ചെയ്യണം എന്ന് വിചാരിച്ച് ഒരിക്കലും നമ്മുടെ കുട്ടികളുടെ ഡെന്റൽ ട്രീറ്റ്മെന്റുകൾ അവഗണിക്കാൻ പാടില്ല. പാൽപ്പല്ലുകളാണ് ആരോഗ്യകരമായ ഒരു ദന്തവിധാനത്തിന് തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവ സംരക്ഷിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്.